ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ആ വ്യക്തിയോട് ഒരു വിരോധം പേഴ്സണലി ഇല്ല. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡ് അഡ്രസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുടക്കേണ്ട ഒരു സമയം വരും. ഐ മീൻ എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അൺകംഫർട്ടബിൾ ആവരുതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോഴും കുഴപ്പമില്ല. പക്ഷേ വാട്ട് ഐം ടെല്ലിങ് ഇസ്, ഞാൻ പറഞ്ഞ സമയത്ത് എനിക്കുണ്ടായ ഒരു വിഷയം അത് എൻ്റെ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. നമസ്കാരം. ഇത് പേർലി മാണിയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നത് മെറീന മൈക്കിൾ ആണ്. എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം മെറീന മൈക്കിളും ഈ പറയുന്ന പേർലി മാണിയും തമ്മിൽ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് പേർലി മാണി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതും എടുത്തോണ്ട് ഓടിയതും നമ്മൾ അറിഞ്ഞില്ല. അതിനുശേഷം വേറൊരു പോസ്റ്റ് ഇട്ടു. പിന്നെ ഒന്നും പറയണ്ടായല്ലോ, എല്ലാവരും കയറി അങ്ങ് നിരങ്ങുമായിരുന്നു. അങ്ങനെ ഒരു 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ അറിവ്. അതിനുശേഷം ആ അക്കൗണ്ട് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പോസ്റ്റുമായിട്ടൊക്കെ വരുമായിരിക്കാം. എത്ര കുറഞ്ഞെന്ന് പറഞ്ഞാലും നല്ല ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഈ മെറീന മൈക്കിൾ പറയുന്ന ഒരു ആരോപണം, അത് ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന കാര്യമാണ്. നമ്മൾ ഒരു വലിയൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ, അത് മറ്റുള്ളവരെ വെച്ച് നമ്മൾ അവരെ അവർ ആഗ്രഹിച്ചു വരുന്ന ഒരു പ്രൊഫഷൻ ആയിരിക്കാം, ആ പ്രൊഫഷനിൽ നിന്നും തട്ടിക്കളയുന്ന ഒരു പരിപാടി. അതാണ് പേർലി മാണി ചെയ്തത് എന്നാണ് ഇവിടെ ആരോപിച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം പേർലി മാണി ഇങ്ങനെ പോസ്റ്റൊക്കെ മുക്കി ഓടിയ സമയത്ത് ഈ മെറീന മൈക്കിൾ കഴിഞ്ഞ ദിവസം പേർലിയുടെ വിഷയത്തിന് ശേഷം ഒരു 4 സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് 100 കണക്കിന് സന്ദേശങ്ങൾ ലഭിച്ചു. ഓരോ സന്ദേശവും വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങളായി വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു വേദന ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നു. ഒരുപാട് തവണ ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തു, മിണ്ടാതിരുന്നു, മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി. വിധി എഴുതുന്നതിന് മുമ്പ് തന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സത്യം ചിലപ്പോൾ വർഷങ്ങൾ എടുത്താലും ഒടുവിൽ അതിന് സ്വന്തം ശബ്ദം ലഭിക്കും. ഈ പോരാട്ടം ഒരിക്കലും പ്രതികാരത്തിനോ ആരെയെങ്കിലും താഴെ ഇറക്കാനോ വേണ്ടിയല്ല. വാക്കുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും എത്ര ചെറിയ ആളായാലും എല്ലാവരും ബഹുമാനത്തോടെ പരിഗണിക്കപ്പെടാൻ അർഹരാണെന്നും കരുണ അഹങ്കാരത്തെക്കാൾ വലുതാണെന്നും ഉത്തരവാദിത്വം സ്വാധീനത്തെക്കാൾ പ്രധാനമാണെന്നുമാണ് ഇതിനകത്ത് പറയുന്നത്. തന്നെ വിശ്വസിച്ചവർക്കും പിന്തുണച്ചവർക്കും നന്ദി. നിങ്ങൾ എന്നെ പിന്തുണച്ചത് മാത്രമല്ല, വർഷങ്ങളായി വേദനിച്ചിരുന്ന എന്റെ മനസ്സിനെ ഒരു ഭാഗത്തെ സുഖപ്പെടുത്താനും സഹായിച്ചു. നിങ്ങളുടെ സ്നേഹം ജീവിതകാലം മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്നാണ് ആ സ്റ്റോറി. ഇതിനകത്ത് ആരുടെയും പേര് ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ കൊള്ളുന്നത് പേർലി മാണിക്കാണ്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് മെറീന പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാൻ പറയുന്നു, എനിക്ക് ആ വ്യക്തിയോട് ഒരു വിരോധം പേഴ്സണലി ഇല്ല. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ ഫീൽഡ് അഡ്രസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുടക്കേണ്ട ഒരു സമയം വരും. ഐ മീൻ എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് അൺകംഫർട്ടബിൾ ആവരുതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോഴും കുഴപ്പമില്ല. പക്ഷേ വാട്ട് ഐം ടെല്ലിങ് ഇസ്, ഞാൻ പറഞ്ഞ സമയത്ത് എനിക്കുണ്ടായ ഒരു വിഷയം അത് എൻ്റെ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഡിഗ്നിറ്റീനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന സൈബർ ബുള്ളി അതെനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ടു. കാരണം ഓരോ 5 സെക്കൻഡ് എന്ന് പറയാം, അത്രയും എനിക്കിങ്ങനെ വൃത്തികെട്ട കമൻസും മെസ്സേജുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ത്രൂ ഔട്ട് ദ ഇയർ, ഐ മീൻ എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ 2 months 1 month എങ്ങാണ്ടുമാണ് ആ ഒരു പാകിസ്ഥാൻ ഇഷ്യൂ കൂടെ വന്നത്. പാകിസ്ഥാനി വിഷയം എന്താണെന്ന് വെച്ചാൽ എന്റെയും കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്, അവരുടെ സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ വിഷയങ്ങൾ ഉണ്ടായത്. ഇപ്പൊ അതല്ല ഇവിടുത്തെ നമ്മുടെ വിഷയം. ഈ പറയുന്ന പേർലി മാണി നല്ലൊരു ലെവലിൽ നിൽക്കുന്ന സമയമാണ്. എന്നുവെച്ചാൽ പേർലി മാണി അന്ന് സെലിബ്രിറ്റി ആയി. ആ സമയത്തെങ്ങാണ്ടാണ് ഫ്ലവേഴ്സ് ടിവിയിലാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു വോയിസ് കേട്ടായിരുന്നു, ഫ്ലവേഴ്സ് ടിവിയിലാണെന്ന് തോന്നുന്നു, ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ മെറീന മൈക്കിളിന് അതിഥിയായിട്ട് പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചായിരുന്നു. പക്ഷേ മെറീന മൈക്കിൾ അതിഥിയായിട്ട് വരുവാണെങ്കിൽ ഞാൻ ആങ്കർ ചെയ്യില്ല എന്ന് പേർലി മാണി പറഞ്ഞു എന്നാണ് വെളിയിലൊക്കെ പറയപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ അറിവും. ഈ പറയുന്ന ആളുമായിട്ട് എന്താണ് പേർലി മാണിക്ക് വിഷയമെന്ന് നമുക്കറിയത്തില്ല, ആ പുള്ളിക്കാരിക്കും അറിയത്തില്ല, ആ മെറീനും അറിയത്തില്ല എന്നാണ് പറയുന്നത് എന്താണ് ഞങ്ങളുള്ള വിഷയം എന്നൊന്നും. പക്ഷെ താൻ ആ പരിപാടിയിൽ അതിഥിയായിട്ട് പോക്കഴിഞ്ഞാൽ ആൻകർ ചെയ്യില്ല എന്ന് പറഞ്ഞ് അന്ന് നാണം കെടുന്ന രീതിയിൽ ആ പരിപാടിയിൽ നിന്ന് പോകേണ്ടി വന്നു. അതിന്റെ പിന്നിൽ അന്വേഷിച്ചപ്പോൾ പേർലി മാണിയാണ് താൻ ആൻകറിങ് ചെയ്യില്ല എന്ന് പറഞ്ഞതെന്നാണ് ഇവിടെ പറയുന്നത്. അന്ന്
അത് പറഞ്ഞിരുന്ന സമയത്ത് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടു എന്നാണ് പറയുന്നത്. അതാണ് നമ്മളുടെ ഒരു കുഴപ്പം. ആരാധകർ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ആരാധകർ ഒരു കുഴപ്പമുണ്ട്. അവരിപ്പോ ആരാണോ ഫേമസ് ആയി അവരുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നത് അവർക്ക് വേണ്ടി അവരെന്തും പറയും, എന്തും ചെയ്യും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കറക്റ്റ് ആണ് പറയുന്നത് എങ്കിലും അവരെ പോയി നല്ല സൈബർ ബുള്ളി ചെയ്യും. സൈബർ ബുള്ളിങ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, അവർ മാനസികമായി തളരും. ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അവരെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് അത്രമാത്രം ട്രോമ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പേർലിമാണി ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ അത്രമാത്രം ഒരു കരിയർ കൊണ്ടുവരാൻ പെടുന്ന പാട് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കേ അത് അറിയത്തുള്ളൂ. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തെന്നൊക്കെ ആയിരിക്കും ഓരോ കരിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെയാണല്ലോ പേർലിമാണിയും. അപ്പൊ പേർലിമാണി ചിന്തിക്കേണ്ടത്, നമുക്കൊരു വിഷയം, ഒരു ഇഷ്യൂ ഒരാളുമായിട്ടുണ്ടെങ്കിൽ നമ്മളത് അവരുമായിട്ട് പറഞ്ഞു തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല, അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിയിൽ ആങ്കറിങ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഹൈപ്പിൽ നിൽക്കുന്ന പേർലിമാണിയെ എന്തായാലും ഒരു ചാനലുകാരും തള്ളിക്കളയത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന്റെ അടുത്ത് പറയും ഇത് ഇന്നതാണ് സംഭവം, ഇപ്പം പരിപാടിയിൽ ഇപ്പം വരണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ അന്വേഷിച്ച് പുറകിൽ പോയപ്പോഴാണ് ഇത് പേർലിമാണിയാണ് ഇതിന് പുറകിൽ കളിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം പേർലിമാണിയെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ലെന്നും അതിനുശേഷം പേർലിമാണി മറ്റാരുടെയോ ഫോണിൽ നിന്നും ഈ പറയുന്ന മെറിനെ വിളിച്ചെന്നും താനിക്കിത് അറിയത്തേ ഇല്ലെന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത് ഫേക്കായിട്ട് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന ഒരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റൊരു ചാനലിലാണ്. അന്ന് അത് ഇഷ്യൂ ആയ സമയത്ത് ഈ പറഞ്ഞ പേർലിമാണി പറഞ്ഞ ഒരു വിശദീകരണം ഇങ്ങനെയാണ്: ഞാനല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്, ചാനലാണ് തീരുമാനിക്കുന്നത്, അതിന്റെ ഡയറക്ടർമാരാണ് തീരുമാനിക്കുന്നത്, അതിന്റെ പ്രൊഡ്യൂസർമാരാണ് തീരുമാനിക്കുന്നത്. മെറീനയ്ക്ക് ലഭിച്ച വിവരം തെറ്റിദ്ധാരണയിൽ പറ്റിയതാണെന്നും പേർലിമാണി ആരെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുമില്ല എന്നൊക്കെയാണ് പേർലിമാണി അന്ന് വിശദീകരണം നൽകിയത്. പക്ഷെ അതിൽ എനിക്ക് വിശ്വാസമില്ലെന്നാണ് ഈ പറഞ്ഞ മെറിൻ അന്നും പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ പേർലി ആയിട്ടുള്ള ഇഷ്യൂല് തന്നെ ഞാൻ അന്ന് സംസാരിക്കുമ്പോൾ ആരും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. ഇന്നിപ്പം ഒരു റൈറ്റ് മൊമെന്റിൽ എനിക്ക് തോന്നി ഞാൻ പറയുന്ന പോയിന്റ് ആളുകൾ കേൾക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ ടോപ്പിക്ക് ഞാൻ ഒന്ന് അഡ്രസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു രീതിയിലും സംസാരിക്കില്ല. അപ്പൊ ഇന്ന് ആളുകൾ കേട്ടു, ഇന്ന് ആളുകൾ കേൾക്കാൻ തയ്യാറാണ്. ആൻഡ് എല്ലാവർക്കും മനസ്സിലാവണം. കാരണം നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പം ആ വിഷയത്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ പേഴ്സണൽ അറ്റാക്ക് അല്ല. അതാണ് കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കറക്റ്റ് കാര്യമാണ് ഈ പറയുന്നത്. ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് അവർ എന്ത് തെറ്റ് ചെയ്താലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിൽ തെറ്റില്ലെങ്കിലും അവരെന്തെങ്കിലും മറ്റുള്ള ആളെ കുറിച്ച് പറഞ്ഞാലും, ഈ പറഞ്ഞ പേർലിമാണിയുടെ തന്നെ വിഷയം ഇരിക്കട്ടെ, പേർലിമാണിയുടെ വിഷയത്തെ പറ്റി ഈ മെറിൻ അന്ന് ആ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ ശരിക്കും സൈബർ ആക്രമണം എന്നായിരുന്നു. എന്ന് വെച്ചാൽ ഫാൻസ്, അന്തം ഫാൻസ് എന്നൊക്കെ പറയുമല്ലോ, അതങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുന്ന, ബിഗ് ബോസ് തന്നെ എടുത്തേക്കാം, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വരുന്ന പല കണ്ടസ്റ്റൻസും ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കണ്ടസ്റ്റൻസ് ഈ വർഷം ഇറങ്ങി വരുന്ന ഒരു കണ്ടസ്റ്റൻസിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം വരുന്ന കണ്ടസ്റ്റൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുക. മറ്റേ പഴയ കണ്ടസ്റ്റന്റിനെ കുറച്ച് ഡൗൺ ആവും. ആ സമയത്ത് എന്ത് ചെയ്യും, ഇപ്പൊ ഇറങ്ങി വന്ന ഒരു കണ്ടസ്റ്റന്റിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ കണ്ടസ്റ്റന്റിന്റെ ആളായിക്കോട്ടെ ആരെ ആയിക്കോട്ടെ എടുത്തിട്ട് ഉടുക്കും. അതാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അതാണ് മെറിൻ ഇവിടെ പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അന്ന് ഞാൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ആരും കേൾക്കാൻ തയ്യാറായില്ല. അന്ന് എന്നെ ശരിക്കും സൈബർ ആക്രമണം ചെയ്തു. പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ആരാ വീണത്, പേർലി വീണു. പേർലി കഴിഞ്ഞ ദിവസം നമുക്കറിയാം പോസ്റ്റ് മുക്കിക്കൊണ്ട് കണ്ടം വഴി ഓടിയത്. അതിനുശേഷം ഒരു വിശദീകരണ പോസ്റ്റും അതിലും വലിയൊരു കുരിശായിട്ട് വന്നു. അതിലും വലിയ കുരിശായിട്ട് വന്നപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോളോവേഴ്സ് ഒക്കെ ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ കേൾക്കുന്നുണ്ട്, കുറച്ചു പേരെങ്കിലും കേൾക്കുന്നുണ്ട്. ഇപ്പൊ പേർലിമാണി വീണ് കിടന്നപ്പോൾ മെർലിന് പറയാനുള്ള സമയം കിട്ടി, അതുകൊണ്ട് പറഞ്ഞു, കേൾക്കുന്നുണ്ട്. അപ്പോൾ ചർച്ചയാകുന്നുണ്ട്. അന്ന് ഇങ്ങനെ സത്യം ഇതായിരുന്നോ, അന്ന് പേർലിമാണി ഇതാണോ ചെയ്തത്, പേർലിമാണിക്കെതിരെ ശരിക്കും ആൾക്കാർ പറയുന്നുണ്ട് പേർലിമാണി കാണിച്ചത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. പക്ഷെ അത് പറയേണ്ടത് എപ്പോഴായിരുന്നു, ആ സമയത്തായിരുന്നു. പക്ഷെ അന്ന് എന്താണ്, അന്ന് അന്തം ഫാൻസ്, ഈ അന്തം ഫാൻസ് എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്. ഞാൻ അങ്ങനെ പേർലിയുടെ വീഡിയോ കാണുന്ന ആളല്ല. പിന്നെ ഏതെങ്കിലും ഷോർട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണുമെന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ടൊരു പ്രേക്ഷകനോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പേർലിമാണി വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് ചാടിപ്പി കാണുന്ന ആളോ ഒന്നും അല്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു, അതേതോ പഴയ വീഡിയോ ആണ്. ആ വീഡിയോയിൽ പേർലിമാണിയെ കണ്ടിട്ട് ഒരു പെണ്ണ് അങ്ങ് അലക്കുകയാണ്, അലച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, എന്തൊക്കെയാ ചെയ്യുന്നത്. അത് ആ ഫാനിസം ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഈ പേർലിമാണിയെ കാണാൻ വേണ്ടി അവസരം ഉണ്ടാക്കിയ ആൾക്കാരെ പോയി കാണുന്നുണ്ട്. ആ കാണുന്ന സമയത്ത് ആ കുട്ടിക്ക് സംസാരിക്കാൻ വയ്യ അവർക്ക്. അപ്പൊ ചോദിക്കുന്നുണ്ട് എന്താ തൊണ്ടയ്ക്ക് പറ്റിയെന്ന്. അവർ പറയുക പേർലിമാണി വന്നപ്പോൾ ഞാൻ ഒരുപാട് കിടന്നങ്ങ് അലച്ചെന്ന്. അതാണ് ഈ അന്തം ഫാനിസം എന്ന് പറയുന്നത്, അന്തം ഫാൻസ് എന്ന് പറയും. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേർലിമാണി ഇപ്പം എന്ത് വിഷയം ഉണ്ടായിക്കോട്ടെ, പേർലിമാണി എന്നല്ല, പേർലിമാണിയുടെ വിഷയം വിട്ടേക്ക്, ഏത് സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഇങ്ങനെ അന്തം ഫാൻസുകാർ കുറെ പേരുണ്ട്. അവര്
ഇവരെന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇവർക്കെതിരെ എങ്ങാനും കമാന്നൊരു അക്ഷരം മിണ്ടിപ്പോയാൽ പിന്നെ പറയണോ? പിന്നെ അങ്ങോട്ട് സൈബർ ആക്രമണവും പിന്നെ അങ്ങ് വെളുപ്പീരാണ്. സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പോലും ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ പേര്. ഇപ്പൊ പേർലി മാണിയെ ഒരുപാട് പേര് ഇഷ്ടപ്പെടണ്ടെന്നോ ഇഷ്ടപ്പെടുന്ന നമുക്ക് പറയാനുള്ള അധികാരമൊന്നുമില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും. ഈ ഇഷ്ടപ്പെടുന്നവർ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു താരത്തെ പറ്റി മറ്റൊരാൾ എന്തെങ്കിലും ഒരു അലിഗേഷൻ പറയുമ്പോൾ അതിലെ സത്യം എന്താണ് കള്ളം എന്താണെന്ന് തിരിച്ചറിയാൻ എങ്കിലും ശ്രമിക്കണം. ചെയ്യേണ്ടത് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഇൻസിഡൻസ് എല്ലാം ഒരു പേഴ്സണൽ അറ്റാക്കിംഗ് മോഡിലാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇനി വേറൊരാളുകളിലേക്കും അത് എഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് സംസാരിച്ചത്. മനസ്സിലാവുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ചുറ്റിപ്പറ്റിയുള്ള വളരെ കുറച്ച് ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും പബ്ലിക്കലി വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്കും കൂടെ അറ്റാക്ക് പോവാണ്. അപ്പം ആ ഒരു സമയം ഭയങ്കര മോശം സമയമായിരുന്നു. സോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരോട് പേഴ്സണൽ പ്രശ്നങ്ങളില്ല. ഇപ്പൊ ഇനി ഒരിക്കലും എനിക്കില്ല. ഞാനിത് റീ അഡ്രസ്സ് ചെയ്യില്ല, ഞാനിതൊരു വിഷയമായിട്ട് കൊണ്ടുവരില്ല ഫ്രണ്ടിലേക്ക്. ബട്ട് ഐ ഹാഡ് ടു ടെൽ ഇറ്റ് ബിക്കോസ് എനിക്കൊരു വോയിസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്രയും. എനിക്കൊരു വോയിസ് ഉണ്ട് എന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പേർലി മാണി പോസ്റ്റ് ഇട്ട് അത് തന്നെയാണ് പറഞ്ഞത്, എന്റെ വോയിസ് എനിക്കുണ്ട് എന്നുള്ളത്. ആ ഡയലോഗ് തന്നെയാണ് ഇവിടെ മെർലിനും പറഞ്ഞിരിക്കുന്നത്. കാരണം മെർലിൻ പറയുന്ന ഇതിനകത്തൊരു കാര്യമുണ്ട്. മെർലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും ആ സമയത്ത്. അത്രമാത്രം സൈബർ ബുള്ളിങ് ആയിരിക്കും ആ സമയത്ത് കിട്ടുന്നത്. ഒരു താരത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഒരു സെലിബ്രിറ്റിയെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ക്രൈമൊന്നും അല്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവർ ആ ഇഷ്ടം കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഇഷ്ടം കാണിക്കുമ്പോൾ ഞാൻ നേരത്തെ പണ്ട് മുതലേ പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടും, സിനിമാ താരങ്ങളെ ഇഷ്ടപ്പെടും, സെലിബ്രിറ്റീസിനെ ഇഷ്ടപ്പെടും, ഇൻഫ്ലുവൻസർമാരെ ഇഷ്ടപ്പെടും, എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടും. പക്ഷെ അത് അന്ധമാകരുത്. ഏത് കാര്യത്തിലും നമ്മൾ ഏത് വിഷയങ്ങൾ എടുത്തോ ഒരു അന്ധമാകരുത്. ഒരു വിഷയത്തിൽ നമ്മൾ അന്ധമായി പോകരുത്. അന്ധമായി പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നതെല്ലാം നമുക്ക് വേദവാക്യമാണ്. അവർ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കും, വേദവാക്യമായിട്ട് നമ്മൾ അങ്ങ് വിഴുങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവർക്കെതിരെ നിൽക്കുന്നവരെ, സത്യം പറയുന്നവരാണെങ്കിലും അവരെ നമ്മൾ എന്ത് ചെയ്യും? കയറി അറ്റാക്ക് ചെയ്യും. പണ്ടുള്ളവർ പറഞ്ഞ പോലെ നെല്ലും പതിരും തിരിച്ചറിയാനെങ്കിലും നമ്മൾ നോക്കണം. നെല്ലും പതിരും തിരിച്ചറിയാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. എന്തെങ്കിലും ഉണ്ടോ ഇനി അതിനകത്ത് ആ പറയുന്നതിൽ? നമുക്ക് ചിന്തിക്കാൻ ദൈവം ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, ആ ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചാൽ പോരെ. പക്ഷെ ഈ അന്ധം ഫാൻസിനോടൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മെർലിന് ഇപ്പൊ 10-12 വർഷം മുന്നേ പറയാൻ പറ്റാത്ത ആ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞപ്പോൾ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേർലി വീണത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ പേർലിക്കെതിരെ പറയാൻ പറ്റുമോ? പേർലി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് പലർക്കും പലതും പറയാൻ പറ്റുന്നുണ്ട്. അല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. പേർലി മാണിക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ, പേർലി മാണിക്കെതിരെ എന്നല്ല, പല സെലിബ്രിറ്റീസിനെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ എട്ടിന്റെ പണി പിന്നെ എന്താ? അവരുടെ ആരാധകർ മുഖേനയാണ് കിട്ടുന്നത്. പിന്നെ PR വർക്കും അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ എടുത്തിട്ട് അടിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കളയും. പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസിനൊക്കെ അങ്ങനെ കുഴപ്പമില്ല. ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മെർലിൻ ആയിക്കോട്ടെ, പേർലി മാണി ആയിക്കോട്ടെ, ഈ രണ്ടുപേരുടെയും ഭാഗം എടുത്തോളാം. ഈ രണ്ടു പേർക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും PR വർക്കിനെ വെച്ച് PR വർക്ക് നടത്തി വേണമെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അത് മിക്കവാറും ഇപ്പൊ മിക്ക സിനിമാ താരങ്ങൾക്കും മിക്കവർക്കും PR വർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഓരോരുത്തരെ പറയുമ്പോൾ ഒരു അന്തം ഫാനാകാതിരിക്കുക, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി, അവരൊക്കെ പറയുന്നത് കൃത്യം എന്നൊന്നും വിചാരിക്കാതിരിക്കുക. രണ്ട് ഭാഗവും ചിന്തിക്കുക. രണ്ട് ഭാഗവും ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുത്ത് കമന്റ് ഇടുക, അല്ലെങ്കിൽ ഇടാൻ പോകാതിരിക്കുക. അവരായിട്ട് അവരുടെ പാടായിക്കോട്ടെ എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കിതൊക്കെ റിയാക്ട് ചെയ്തേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വെളിയിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ അന്ന് പേർലി മാണി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ മെർലിൻ പറയുന്നുണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ പേർലി മാണി പറയുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്നു. അതിപ്പോഴും ഒരു കൺഫ്യൂഷനും കിടക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഈ രണ്ടുപേരുടെ ഭാഗവും നമ്മൾ കേട്ടല്ലോ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ആരുടെ അന്ധഭക്തന്മാരാകാതിരിക്കുക. അത് സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, ക്രിക്കറ്റ് കളിക്കാരുടെ ആരുടെ ആയിക്കോട്ടെ, ഒരാളുടെ അന്ധഭക്തരാകാതിരിക്കുക. അവര് നമ്മളുടെ ബ്രെയിനിൽ കയറി നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെയാണ്. ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നു. ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴേ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കയറുവാണെങ്കിൽ, ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ വരികയാണെങ്കിൽ, നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഒക്കാത്ത രീതിയിൽ ഞാൻ കയറ്റിവിടുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞതായിരിക്കും നിങ്ങളുടെ തലമണ്ടയിൽ കിടക്കുന്നത്. ചിന്തിക്കാൻ കഴിയുന്നവർ എന്ത് ചെയ്യും? ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടല്ലോ, നമുക്ക് തെറ്റും ശരിയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഉറപ്പായിട്ടും അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോ എന്ന് പറയും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്, ക്ഷമിക്കണം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയും ഇല്ലാത്ത ആളാണ്. ഏതായാലും പേർലി മാണിക്ക് ഇപ്പൊ നല്ല സമയമാണ്. പേർലി മാണി കൊടുത്തതിനെല്ലാം തിരിച്ചു കിട്ടുന്നു എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഞാൻ പറഞ്ഞത് നേരത്തെ പോലെ ഫോളോവേഴ്സ് ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. അപ്പൊ എത്ര ഫോളോവേഴ്സ് പോയെന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയമുള്ള കാര്യമല്ല. അവർക്ക് കാണാൻ ഇപ്പോഴും അവർക്ക് ഓഡിയൻസ് ഉണ്ട്. അതൊരു പോസിറ്റീവാണ്, ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അത് കണ്ടോളും. ഇപ്പൊ നമ്മുടെ മാത്രം വീഡിയോ എല്ലാവരും കാണണമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അതാരും ഇപ്പൊ ഒരാളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ നശിപ്പിച്ച്
കളയാന്ന് പറഞ്ഞു. അങ്ങനൊന്നും നശിപ്പിച്ചാലും നശിക്കത്തില്ല. അത് ദൈവം വിചാരിക്കണമായിരിക്കും നശിക്കണമെങ്കിൽ. അപ്പൊ പേർലിമാണി ഇപ്പൊ വീണ് കിടക്കുന്നു. വീണ് കിടക്കുമ്പോൾ പലർക്കും പലതും പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ വീണ് കിടക്കുന്നവനെ അടിക്കുക എന്ന് പറയുമല്ലോ പണ്ടുള്ളവർ, അവനെ അടിക്കാൻ നല്ല രസമാണെന്നുള്ളത്. അതുപോലെയാണ് ഇപ്പൊ പേർലിമാണിയുടെ അവസ്ഥ. എന്നാലും പേർലിമാണി തന്നെ വരുത്തി വെച്ചതാണ്, അത് വേറൊരു കാര്യം. പേർലിമാണിക്ക് അഭിപ്രായം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പാർട്ടിയിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള എല്ലാ ഇതും ഉണ്ട്. പക്ഷേ ആ സാഹചര്യം, പറയുന്ന സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.